പത്തനംതിട്ട കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പത്തനംതിട്ട അബ്ബാൻ ജംഗ്ഷനിലാണ് കൊട്ടിക്കലാശം നടത്തുക. ഈ കൊട്ടിക്കലാശത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകൾ, പ്രവർത്തകർ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഒരു പോയിന്റിൽ ഒത്തുകൂടി അവർ വളരെയധികം മത്സരത്തോടു കൂടി തങ്ങളുടെ ഒരു ആവേശം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഈ പ്രവർത്തകരൊക്കെ ചില പ്രത്യേക വേഷങ്ങളൊക്കെ ധരിച്ച് വരാറുണ്ട്. ഇപ്പോൾ കട്ട CPIM ഫാനായിട്ടുള്ള ഒരാൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വേഷം തന്നെ വളരെ രസകരമായിട്ടുള്ള ഒന്നാണ്. ചുവന്ന കൈലിയാണ് ധരിച്ചിരിക്കുന്നത്, ചുവന്ന ഷർട്ടാണ്, ചുവന്ന തൊപ്പിയാണ്, ചുവന്ന കൊടയാണ്. താങ്കൾ CPIM അല്ല CPI ആണല്ലേ? ഞാൻ CPM എന്നാണ് പറഞ്ഞത്. എങ്ങനെയുണ്ട് ഇടതു മുന്നണിക്ക് ഇവിടെ എത്രമാത്രം സാധ്യതയുണ്ട് ഇക്കുറി? ഇടതു മുന്നണി വളരെ നല്ല ശുഭപ്രതീക്ഷയോടുകൂടിയാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ കടന്നു പോകുന്നത്. ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും നല്ല രീതിയിൽ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലും കേരളത്തിലും എല്ലാം തന്നെ LDF ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടുവരും, യാതൊരു സംശയമില്ല. ഈ വേഷമൊക്കെ എങ്ങനെ സംഘടിപ്പിച്ചു? ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ഇലക്ഷൻ പരിപാടികൾക്കും ഞാൻ ഇറങ്ങുന്നതാണ്. ഇതേപോലെ കൊട്ടിക്കലാശത്തിന് ഇറങ്ങുന്നതാണ്. എന്റെ ചുമന്ന കൈലി, എനിക്ക് ചുമന്ന ടീഷർട്ട് ഉണ്ടായിരുന്നത് ഇച്ചിരി മോശമാണ്, ചുമന്ന ഷർട്ടായി. കൊട എന്റെ ഏറ്റവും അടുത്ത ഒരു നൌഷാദ് സമ്മാനിച്ചതാണ് ഈ കൊട. കൊടയിലൊക്കെ നിങ്ങളുടെ CPIയുടെ ചിഹ്നം, അത് പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണല്ലേ? ചിഹ്നമാണ്. അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചിഹ്നമാണ്. ഞാൻ ചോദിച്ചത് അതറിയാം, അല്ല ഞാൻ ചോദിച്ചത് ഈ കൊടയിൽ പ്രത്യേകം അത് ചെയ്യിപ്പിച്ചതാണ്. ഞങ്ങൾ അതെ പ്രത്യേകമായിട്ട് ചെയ്തു കൊണ്ടുവന്നതാണ്. കേരളത്തിൽ ഇടതു മുന്നണി എത്ര സീറ്റ് നേടും ഇപ്രാവശ്യം? ഇവിടെ ഞങ്ങള് തിരുവനന്തപുരം, കേരളത്തിലെ 18ഓളം സീറ്റാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 2 സീറ്റ് എവിടെ തോക്കാൻ സാധ്യതയുള്ളത്? 2 സീറ്റ് കോൺഗ്രസിന്റെ ആയിരിക്കും. അത് NDAക്ക് ഇവിടെ യാതൊരു സാധ്യതയും കേരളത്തിലില്ല. ഈ കലാശം എന്തായാലും വളരെ ആവശ്യകരമായിരിക്കും. അതെ, നല്ല ആവശ്യത്തോടുകൂടി ശക്തമായ പോരാട്ടമാണ് പത്തനംതിട്ടയില്. ഇഞ്ചോടിച്ച് പോരാട്ടം. പേരൂടെ പറയൂ. എന്റെ പേര് ഇക്ബാൽ അത്തിമൂട്ടിൽ. ഇക്ബാൽ അത്തിമൂട്ടിലാണ് മുഴുവൻ ചുവന്ന നിറത്തിൽ വേഷവിധാനങ്ങളോടുകൂടി കുട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ഇക്ബാൽ അത്തിമൂട്ടിൽ പറഞ്ഞത് LDFന് ഇക്കുറി പത്തനംതിട്ട മണ്ഡലത്തിൽ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുകൊണ്ടൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.